കളിതമാശയിലേക്ക് കടക്കുമ്പോൾ കീഴാറ്റൂർ വയലിൽ പുതിയ പന്തലുയർന്നു കഴിഞ്ഞു. പുതിയ കഥാപാത്രങ്ങൾ അരങ്ങിലേക്ക് എത്തുകയാണ്. രാഹുൽ സിംഹയ്ക്ക് സ്വാഗതം. നന്ദിഗ്രാമിൽ പോരാളി ബിജെപിയുടെ നേതാവ് രാഹുൽ സിംഹയ്ക്ക് അഭിവാദ്യം. ജയ് ബോലോ ഭാരത് മാതാ കി ജയ്. ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ. വന്ദേ മാതരം സുജലാ സുഫലാ മലയജ ശീതളാ. അതാണ് പുതിയ നാടകത്തിന്റെ അവതരണ ഗാനം, തീം സോങ്. ഇനി നമുക്ക് പ്രതിജ്ഞയിലേക്ക് പോകാം. ഈ ഭൂമിയുടെ നേരവകാശികൾ പ്രതിജ്ഞ ചൊല്ലുകയാണ്. ഞങ്ങൾ വികസനത്തിനെതിരല്ല. വികസനം നാടിന് ആവശ്യമാണ്. പക്ഷേ വികസനം വിനാശകരമാകരുത്. മണ്ണിനെയും വെള്ളത്തെയും മനുഷ്യനെയും മറന്നുകൊണ്ടുള്ള വികസനം, അതിന് ഞങ്ങൾ എതിരാണ്. തലമുറകൾ നമുക്ക് കയ്യേൽപ്പിച്ച ഈ ഭൂമിയെ വരും തലമുറക്ക് അതുപോലെ കൈമാറാനുള്ളതാണ്. വരും തലമുറകളെ മറന്നുകൊണ്ടുള്ള വികസനത്തിന് ഞങ്ങൾ എതിർ നിൽക്കുന്നു. ഇതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. എല്ലാം കണ്ടും കേട്ടും ആ കദളിവാഴച്ചോട്ടിൽ നിൽക്കുന്ന കഥാപാത്രത്തിന് ഈ നാടകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ളതാണ് ഈ നാടകത്തിൻ്റെ രംഗഭൂമി. CPM സെക്രട്ടറിയാണ്. കീഴാറ്റൂർ വടക്ക് ബ്രാഞ്ച് സെക്രട്ടറി ബിജുമോൻ. നാടകത്തിൻ്റെ പുരോഗതി അപ്പോൾ ജില്ലാ സെൻറ്ററിൽ ആയിരിക്കുമെന്നല്ല, അറിയിക്കുകയാണ്. അതനുസരിച്ചാണ് പാർട്ടി നാടകത്തെ വിലയിരുത്തുന്നത്. മാവോയിസ്റ്റുകൾ തുറന്നുവിട്ട ദുർഭൂതത്തെ BJP നേതൃത്വം ആവാഹിച്ചെടുത്തിരിക്കുകയാണ്. ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആവാഹിക്കുന്ന ചടങ്ങിലേക്ക്. കഥാപാത്രങ്ങൾ മാറിയതുകൊണ്ട് അഭിനേതാക്കൾ സ്ഥിരമായി വെക്കാറുള്ള കറുത്ത തൊപ്പി, ഗണവേഷത്തിൻ്റെ ഭാഗമായുള്ള കമ്പിളിത്തൊപ്പി ഇവിടെ ചേരില്ല. ഇവിടെ കർഷക വേഷമാണ്. പാളത്തൊപ്പി വേണം. लड़ाई के लिए मैं कृष्णदास जी को अमित शाह जी का प्रतीक, मोदी जी का प्रतीक, सारे बीजेपी का प्रतीक, देश का निशान कमल निशान को मैं कृष्णदास को जय जय कृष्णदास.
കൂർമ്പൻ തൊപ്പിക്കാരൻ എന്നറിയില്ലേ? പതാക കൈമാറിയ നേതാവ് അറിയണം. ആ കഥാപാത്രത്തിൻ്റെ രംഗപ്രവേശനത്തിന് നാടകത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീമാൻ പി കെ കൃഷ്ണദാസ് നയിക്കുന്ന ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം, വെസ്റ്റ് ബംഗാളിലെ നന്ദിഗ്രാമിൽ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ശ്രീമാൻ രാഹുൽ സിൻഹ അവർകളാണ്. അതാണ് ആ കഥാപാത്രമാണ് കീഴാറ്റൂരിനെ നന്ദിഗ്രാമാക്കാൻ എത്തിയിട്ടുള്ളത്. ഈ നാടകത്തിൻ്റെ 1-ാം രംഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ നാടകത്തിൽ 1-ാം രംഗത്തിന് ശേഷമാണ് 2-ാം രംഗം. അപ്പോൾ നന്ദിഗ്രാമിൽ നിന്ന് വന്ന ആ കഥാപാത്രം വെറുങ്കയോടെയല്ല വന്നത്, എന്തൊക്കെയോ കരുതിയിട്ടുണ്ട്. बंगाल से सीपीएम सफाया होने का जो मिट्टी है वो नंदीग्राम का मिट्टी, इसीलिए चिंता मत करिए सीपीएम का नेता लोग, मैं सिर्फ पश्चिम बंगाल से आया नहीं, नंदीग्राम से मिट्टी भी साथ में लेके आया. ഇവിടുത്തെ സിപിഎം പ്രവർത്തകരോട് പറയാനുള്ളത്, ഞാൻ കേവലം പശ്ചിമ ബംഗാളിൽ നിന്ന് ഇവിടെ എത്തുക മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, ഞാൻ ഏതു മണ്ണാണോ സിപിഎമ്മിനെ പശ്ചിമ ബംഗാളിൽ നിന്നും ഇല്ലാതാക്കിയത് അതേ നന്ദിഗ്രാമിലെ മണ്ണുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ കീഴാറ്റൂരിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നാടകം ഒരു ആഭിചാരം കൂടിയാണ് എന്ന് ചുരുക്കം. മണ്ണാണോ എന്തു കൂടോത്രമാണോ കൊണ്ടുവന്നത് എന്ന് ആർക്കറിയാം? ചോര ഗുണമുള്ള ആ മണ്ണ് വയലിലിട്ടാൽ താമര നന്നായി വളരുമെന്നാണ് വിശ്വാസം. BJP കീഴാറ്റൂരിൽ വിളയിറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാ പ്രവർത്തകരും ഇങ്ങോട്ട് അടുത്ത് നിൽക്കണം. വയൽ വന്ദന പരിപാടി ആരംഭിക്കുകയാണ്. വയൽ വന്ദന പരിപാടി എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും ഇവിടെ ഒരു ആജ്ഞ തരുമ്പോൾ നാം എല്ലാം ഈ വയലിനെ തൊട്ട് നിൽക്കണം. അതിനുശേഷം ആ വയലിനെ തൊട്ട് നമസ്കരിച്ചുകൊണ്ടാണ് നാം ആദ്യമായിട്ട് ഈ വയലിനെ തൊട്ട് നമസ്കരിച്ച് സമരം നടത്തുന്ന ഒരു സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആ വയൽ വന്ദനത്തിനു വേണ്ടി എല്ലാവരും അടുത്തേക്ക് വരേണ്ടതാണ്. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. നിൽക്കൂ, തൊട്ട് മടങ്ങി നിൽക്കുകയാണ്. ദോ എന്ന് പറഞ്ഞാൽ മാത്രമേ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയുള്ളൂ. दो जय बोलो भारत माता की जय जय बीजेपी जय जय बीजेपी जय जय कर्षक सभा जय जय കലാപരിപാടി വിലയിരുത്താൻ ഈ ഭാഗത്തെ പ്രശസ്ത നാടകാചാര്യൻ തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കീഴാറ്റൂർ വയലിൽ കണ്ടിട്ടുള്ള നാടകം അത് കുറെ കൂടി ജനങ്ങൾക്ക് ഈ കാവട്യത്തെക്കുറിച്ച് ബോധ്യമായിരിക്കുകയാണ്. അവിടെ ഈ കീഴാറ്റൂർ ബൈപ്പാസ് വിരുദ്ധ സമരക്കാർക്ക് BJPക്കാർ ഷാളണിയിച്ചിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് BJP ഈ സമരത്തെ റാഞ്ചിയിരിക്കുകയാണ്. അതാണ് ഇന്ന് രാവിലെ കണ്ടിട്ടുള്ളത്. അതിനൊരു മറുപക്ഷമുണ്ട്. അത് കിളി പറയും, വയൽക്കിളി പറയും. പ്രത്യയശാസ്ത്രത്തിന്റെ മതിലിൽ തട്ടി ഈ സമരം ഒരിക്കലും പരാജയപ്പെടില്ല. സഖാവ് MA ബേബിക്കും കുമ്മനം രാജശേഖരനും ഒരുമിച്ച് ആരമുള്ള സമരം ചെയ്യാമെങ്കിൽ TN സീമക്കും ശോഭാ സുരേന്ദ്രനും ഒരേ സമരപ്പന്തലിൽ ഇരുന്നു കൊണ്ട് ആറന്മുളയിൽ സമരം ചെയ്യാമെങ്കിൽ RSSന്റെയും DYFIയുടെയും സുഹൃത്തുക്കൾക്ക് ഒരുമിച്ച് ചേർന്ന് ആറന്മുളക്ക് വേണ്ടി സമരം ചെയ്യാമെങ്കിൽ വയൽക്കിളിക്കും ചെയ്യാം. വയൽക്കിളി അത് ചെയ്തിരിക്കും. പാർട്ടി ചെയ്യുന്നതെല്ലാം വയൽക്കിളിക്കും ചെയ്യാമെന്നാണ് പാവം കിളി പഠിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഒരു തുറന്ന കത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ തുറന്ന കത്തിൽ ചോദിച്ച ഒരു ചോദ്യം
ആറന്മുളയിൽ 300 ഏക്കർ വയൽ നികത്തി സ്വകാര്യ കമ്പനിക്ക് വിമാനത്താവളം നിർമ്മിക്കാൻ അനുമതി നൽകിയത് UDF അല്ലേ? അന്ന് അനുകൂലിച്ചവർ പൊതു ആവശ്യത്തിന് വേണ്ടി 5 ഏക്കറിൽ താഴെ വയലെടുക്കുന്നതിനെ എതിർക്കുന്ന നിലപാട് എന്താണ്? ഞാൻ ചോദിക്കുന്നത്, ഇതൊരു പൊതു ആവശ്യത്തിനാണ്. അവിടെ ഒരു സ്വകാര്യ കമ്പനിക്ക് വിമാനത്താവളം നിർമ്മിക്കാൻ വേണ്ടിയാണ് വയൽ ഏറ്റെടുക്കുന്നതിനെ CPM അടക്കമുള്ള പാർട്ടികൾ എതിർത്തത്. ഇതൊരു പൊതു ആവശ്യത്തിനല്ലേ? ആ പൊതു ആവശ്യത്തിന് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്ന അവസരത്തിൽ മതിയായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുക്കണം. ആ നഷ്ടപരിഹാരം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ 4.5 മടങ്ങാണ് ഇരട്ടിയായി നൽകുന്നത്. നാടകം അരങ്ങേറുന്നത് വിമാനത്താവളത്തിലാണോ അതോ ബൈപ്പാസിലാണോ എന്നതൊക്കെ പിന്നാലെ വരുന്ന പ്രശ്നമാണ്. ആദ്യത്തെ പ്രശ്നം നായക കഥാപാത്രത്തിൻ്റെ വളർച്ചയാണ്. നന്ദിഗ്രാം നാടകത്തിൻ്റെ നായകനെ ബംഗാളിലെ ജനങ്ങൾ ഇപ്പോഴെന്താണ് വിളിക്കുന്നത് എന്നറിയുമോ? മുഖ്യമന്ത്രി എന്ന് ബംഗാളിലെ ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്ന പ്രിയങ്കരനായ രാഹുൽ സിൻഹാജി. അതാണ്, അതുതന്നെയാണ് നാടകത്തിൻ്റെ കാമ്പ്. രാഹുൽ സിൻഹ നന്ദിഗ്രാമിൽ നിന്ന് നടക്കാൻ തുടങ്ങിയത് നേരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പതാക വാങ്ങി നടക്കുന്ന കൃഷ്ണദാസിൻ്റെയും ലക്ഷ്യസ്ഥാനവും സ്വപ്നവും മറ്റൊന്നായിരിക്കില്ലല്ലോ. भारत माता की जय जय कर्षकमार जय जय कर्षकमार जय जय कर्षकमार जय जय कर्षकमार വിട്ടുതരില്ല 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 കർഷകഭൂമി വിട്ടുതരില്ല കർഷകഭൂമി വിട്ടുതരില്ല 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 കർഷകഭൂമി വിട്ടുതരില്ല കർഷകഭൂമി വിട്ടുതരില്ല ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ. ഈ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള ജാഥ കണ്ണൂരിലേക്കല്ല, നേരെ ഡൽഹിയിലേക്ക് വിട്ടാൽ മതി. കീഴാറ്റൂരിൽ നിന്ന് ഡൽഹിയിലേക്ക്, നിതിൻ ഗഡ്കരിയുടെ ഓഫീസിലേക്ക്. കീഴാറ്റൂർ വഴിയുള്ള ആ അലൈൻമെന്റ് മാറ്റണം എന്നാവശ്യപ്പെട്ടിട്ട് നേരെ നിതിൻ ഗഡ്കരിയുടെ ഓഫീസിലേക്കല്ലേ മാർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകന്മാർ അദ്ദേഹത്തോട് ചോദിക്കണം, BJP നേതൃത്വത്തോട് ചോദിക്കണം, നിങ്ങൾ ഡൽഹിയിലേക്ക് പോയിട്ടല്ലേ ചെയ്യേണ്ടത്. കാരണം ഇദ്ദേഹം തന്നെയാണ് കണ്ണൂർ ബൈപ്പാസിന്റെ കാര്യത്തിൽ നിതിൻ ഗഡ്കരിയെ കണ്ട് നിവേദനം കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ 85 വീടുകൾ കടാങ്കോട് ഭാഗത്ത് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വാരം വയൽ വഴി പുതിയ അലൈൻമെന്റ് വന്നത് ഇദ്ദേഹം കൂടി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഇടപെടൽ അവിടെ പോയി നടത്തിയാൽ പോരെ? ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. അതൊക്കെ നാടകത്തിൻ്റെ നിരൂപണത്തിൽ വരേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി ഒരു കലാപരിപാടി കൂടിയുണ്ട്, കഥാപ്രസംഗം. പഴയൊരു സിനിമാ സംവിധായകനാണ്, ഇപ്പോൾ രാഷ്ട്രീയ കഥാപ്രസംഗകനാണ്. ഇവര് പെരിച്ചാഴികളാണ്. ജയരാജനൊക്കെ കാണുമ്പോൾ എനിക്ക് ആ പെരിച്ചാഴി, വലിയ പെരിച്ചാഴിയുടെ മുഖം എനിക്ക് ഓർമ്മ വരിക. ഈ മണ്ണ് ഒരു വശത്ത് തുരക്കുക, മറ്റു വശത്ത് കൊണ്ട് ഇടുക. ഇതാണ് പെരിച്ചാഴിയുടെ പണി. പെരിച്ചാഴി എന്ന് വയലിറങ്ങിയോ ആ വയലില്ലാണ്ടാവും. പെരിച്ചാഴികളെ അകറ്റാനുള്ള പുകയ്ക്കുന്ന സമരമാണിത്, ഒരു സംശയവും വേണ്ട. ഞങ്ങളെ കൊണ്ടൊക്കെ എത്ര പാട്ട് പാടിച്ചിട്ടുണ്ട്. കാടവിടെ മക്കളെ, മേടവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരവിടെ മക്കളെ. എന്തൊക്കെ തൊണ്ട പൊട്ടി പാടിയിട്ടുണ്ട് 77-ലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. അവരാണ് ഇപ്പൊ പറയുന്നത് വയല് വേണ്ട, കാട് വേണ്ട, ഒന്നും വേണ്ട, മരം വേണ്ട, പൈസ മാത്രം മതി. ഞങ്ങൾ മാത്രം മതി. അതിനുണ്ട് കവിത, അറിയോ? ഖനി തുറക്കൂ, ഖനി തുറക്കൂ, തുറന്നു പോയി പോയി എല്ലാം വെളിയിലെത്തിക്കൂ, എല്ലാം ഞങ്ങൾക്കാകട്ടെ, എല്ലാം ഞങ്ങളാകട്ടെ, നിങ്ങൾ നാവടക്കിൻ പടിയെടുക്കിൻ ഞങ്ങളാകട്ടെ. അതല്ലേ കമ്മ്യൂണിസം. സിനിമയിൽ പൊട്ടിയാൽ ആളുകൾ എവിടെയൊക്കെയാണാവോ എത്തിപ്പെടുന്നത്. ഏതായാലും പെരിച്ചാഴികളെ പിടിക്കാൻ BJP വെച്ച കെണിയിൽ വയൽക്കിളികൾ വീണു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നേരത്തെ തണ്ണീർത്തടം, നെൽവയൽ എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്തിറങ്ങിയവരെ ഇപ്പം BJPക്കാർ റാഞ്ചിയിരിക്കുകയാണ്. അപ്പോൾ BJPയുടെ വലയത്തിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. പുറത്തു വന്നാൽ സ്വാഭാവികമായിട്ടും ജനകീയ താല്പര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ജനകീയ താല്പര്യം എന്നൊക്കെ പറയുന്നത് ഒരു അമൂർത്തമായ സങ്കല്പമല്ലേ സഖാവേ?
CPM ജനങ്ങളുടെ പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു തമാശയല്ലേ അത്?